എപ്പോഴാണോ ഒരു ഹിന്ദുവിൻ്റെ വോട്ടിംഗ് റൈറ്റ് പോകുന്നത്, എപ്പോഴാണോ ഒരു മുസൽമാൻ്റെ വോട്ടവകാശം നഷ്ടപ്പെടുന്നത്, ക്രിസ്ത്യാനിയുടെ വോട്ടവകാശം നഷ്ടപ്പെടും, ആ നിമിഷത്തിൽ മാത്രമേ വർഗീയതയും മതഭ്രാന്തൊക്കെ ഇവിടെ ജനിക്കാൻ പാടുള്ളൂ. ഒരു RSS നേതാവ് എന്നുള്ള രീതിയിലേക്ക് യാതൊരു കാരണവശാലും വാർത്തയെ വളച്ചൊടിക്കുന്ന രീതി, അല്ലെങ്കിൽ വാർത്തയ്ക്ക് ഒരു കോട്ടം പറ്റുന്ന രീതിയിലേക്ക് ഒരു കാരണവശാലും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കില്ല എന്നല്ലേ? അതായത് RSS നേതാവ് എന്നുള്ള പദം ഞാൻ വീണ്ടും തിരുത്തുകയാണ്. ഞാനൊരു സാധാരണ വോളണ്ടിയർ ആണ്. ആ പദത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം RSSന് നേതാക്കന്മാരൊന്നുമില്ല. വോട്ടിംഗ് റൈറ്റ് എടുത്ത് കളയുന്നത് വരെ ഈ പറയുന്ന മതഭ്രാന്ത് വെറും ബിസിനസ്സാണ്. കർമ്മ ന്യൂസിന്റെ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൽ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കുന്നതല്ല. പക്ഷെ വാർത്തയുടെ മേഖലയിൽ പ്രയോറിറ്റി പൊതുജനത്തിനും ജേർണലിസ്റ്റുകൾക്കും ആയിരിക്കും. കർമ്മ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം സമദൂര നയമാണ് സാറ്റലൈറ്റ് വെഞ്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പുതിയൊരു കേരളത്തിന് മാറ്റം കുറിക്കുന്ന രീതിയിലേക്ക് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആശയപരമായിട്ട് നടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കർമ്മ ന്യൂസിന്റെ സാറ്റലൈറ്റ് ചാനൽ ഇത്തരം ഒരു സംഭവം ആയിരിക്കില്ല. ജനങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെ, എല്ലാ മതങ്ങളെയും ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രീതിയിലേക്കായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് സാറ് വാക്ക് തരുന്നത്. അതാണല്ലോ നമ്മുടെ ഭാരതം. ഞാൻ ഒരിക്കലും ഒരു ഫെനാറ്റിക് അല്ല, ഞാനൊരു മതഭ്രാന്തിന്റെ ആളല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. എൻ്റെ നാടിനെ വെട്ടിമുറിക്കാനായിട്ട് അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടുള്ള ഒരാളാണ് ഞാൻ പുതിയ തലമുറയ്ക്ക് മെസ്സേജ് കൊടുക്കുന്നത് അവരെല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഈ അടുത്ത് വരെ ചില സ്ഥലങ്ങളിൽ മതത്തിൻ്റെ പേരിൽ അകൽച്ച ഞാൻ കണ്ടു കുട്ടികളുടെ ഇടയിൽ. അത് വലിയൊരു തെറ്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ലോകത്തിന് തന്നെ മാതൃകയാവേണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ ഇപ്പോൾ കർമ്മ ന്യൂസിന്റെ സാറ്റലൈറ്റ് ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വില്ലാതെ അത്തരം രീതിയിലേക്ക് പ്രവർത്തിക്കുമെന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കർമ്മ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം സമദൂര നയമാണ് സാറ്റലൈറ്റ് വെഞ്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും ബയസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചർ നമുക്ക് ഉണ്ടാവില്ല. ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതാണ് പല ഇന്റർവ്യൂകളിലും. ഞങ്ങളൊരു ഗ്രാവിറ്റി ഫ്രീ സോണാണ് ക്രിയേറ്റ് ചെയ്തത്. ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ, ആരുടെയും ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെയോ ഇൻഫ്ലുവൻസ് ഇല്ലാതെ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും പുതിയൊരു കേരളത്തിന് മാറ്റം കുറിക്കുന്ന രീതിയിലേക്ക് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആശയപരമായിട്ട് നടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചർ നമുക്ക് ഉണ്ടാവില്ല. നമ്മളിപ്പം റിപ്പോർട്ടർ ചാനൽ വരുമ്പോൾ കുറച്ച് മുമ്പ് വരുന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ചപ്പു ചവറുകളും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എല്ലാ ചാനലുകളും, റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, എല്ലാ ചാനലും അതിൽ കുറച്ചുകൂടെ പഴയ കാലത്തെ സാറ്റലൈറ്റ് ചാനൽ മുന്നോട്ട് നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാര്യം വ്യൂസിന് വേണ്ടി മാത്രമാണ്, താങ്കൾ പറഞ്ഞ പോലത്തെ വ്യൂസിന് വേണ്ടി മാത്രമാണ് എല്ലാം കുറച്ചുകൂടെ നിഷ്പക്ഷമായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണോ ശരിക്കും? തീർച്ചയായിട്ടും. സത്യത്തെ സ്പോട്ട്ലൈറ്റ് ചെയ്യുക, സത്യത്തെ കൃത്യമായിട്ട് സ്പോട്ട്ലൈറ്റ് ചെയ്തുകൊണ്ട്, എക്സ്പോസ് ചെയ്തുകൊണ്ട്, ഹെഡ്ലൈൻസുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ നയം. അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ഫ്രീ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മൂല്യച്യുതി വന്ന ജേർണലിസത്തെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ മുന്നേറ്റം മാധ്യമരംഗത്ത്. അതോടൊപ്പം തന്നെ നമ്മൾ മാധ്യമരംഗം കുറച്ച് അൺഓർഗനൈസ്ഡ് ആണ്, അതിനെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കുട്ടി ജേർണലിസം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു കരിയർ എന്ന് പറഞ്ഞൊരു സ്വപ്നം ആ കുട്ടിക്ക് വിഷനായിട്ട് കാണാൻ കഴിയുന്നില്ല കേരളത്തിൽ. അപ്പം ഞങ്ങൾ കമ്പനി ഫോം ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ പ്രൊഫഷണൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതും ഈ ഇത്തരത്തിലുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മേഖലയെ ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ ന്യൂ ജനറേഷൻ. സാർ, ഞാൻ ഈ ജേർണലിസം ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചുള്ള മനുഷ്യനാണ് ഞാൻ. അതായത് പഴയ രീതിയിലേക്കുള്ള ജേർണലിസം, പുതിയ രീതിയിലേക്കുള്ള ജേർണലിസ്റ്റ് രണ്ടാണ്. കാര്യം പുതിയ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട സ്റ്റോറി ചെയ്യും. പക്ഷെ അവിടെ സംഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. അതായത് ചാനൽ നിലനിന്ന് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവും. അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത്തരം രീതിയിലേക്ക് സാറ്റലൈറ്റ് ചാനലിലോ വേറെ ചാനലിലോ അനുവദനീയമല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയല്ല, നമ്മൾക്കൊരു പോളിസി ഉണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പുതിയ ജേർണലിസം പഴയ ജേർണലിസം തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്രോച്ചിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്രോച്ചിലും അവരുടെ ഇപ്പോൾ പുതിയ വാർത്ത അല്ലെങ്കിൽ ആ കണ്ടന്റ് സത്യമാണോ, അതിന്റെ അനാലിസിസിൽ ഒരു പ്രയോഗങ്ങൾ നടക്കില്ല. പക്ഷേ വേറെ വിഷയമുണ്ട് സാർ. അതായത് ഇപ്പോഴത്തെ ജേർണലിസം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്, ആ മുൻവിധി ഇതിപ്പോൾ ജേർണലിസം മാത്രമല്ല എല്ലാത്തിനും ഉണ്ട്.
പക്ഷെ അത്തരം ഇതിലേക്ക് ഒരു മുൻവിധി ഉണ്ട്. നമുക്കൊരു ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ളൊരു എഡ്യൂക്കേഷണൽ പ്ലാൻ ഞങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എബറേഷൻസുകൾ, ഇത്തരത്തിലുള്ള ഔട്ട് ഓഫ് ബോക്സ് പോകുന്ന ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുന്ന രീതിയിലുള്ള അപ്രോച്ച്, എങ്ങനെ വേണം വാർത്തയെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്താൽ ഈ കുട്ടികൾ അത് ആസ്വദിക്കുകയും അനുബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്യുകയും കരിയർ ബിൽഡ് ചെയ്യുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇത് അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പോവുകയും ഇത്തരത്തിലുള്ള നിലപാടുകൾ വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് തിരുത്താനും അതിനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ടൊരു ക്യാമ്പസ് എന്നാണ് ശരിയും ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുക. വിത്തിൻ 2 months we will launch. 2 മാസത്തിനുള്ളിൽ എത്തും അല്ലെ? വലിയ രീതിയിലേക്ക്. എറണാകുളത്ത് വലിയ രീതിയിൽ പ്ലാറ്റ്ഫോം ഒക്കെ അറേഞ്ച് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലേ? അപ്പോ താങ്കൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അറിഞ്ഞ വിഷയമാണ് പറയുന്നത്. അപ്പോ വലിയ രീതിയിലേക്ക് അല്ലേ? എത്രത്തോളം പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ്? നമുക്ക് 231 പേർക്കാണ് നിലവില്. എന്താ 231? അല്ല, അത് നമ്മള് HR കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞൊരു നമ്പറാണ്. അല്ലാണ്ട് അതൊരു ഓൾ കേരള ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യും. ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ബിസിനസ് മേഖലയും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യണം. ഇത് ഇവർക്ക് ശമ്പളം കൊടുക്കണം, കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും കോമ്പറ്റീഷൻ കുറയ്ക്കാതെയാണ് ബിസിനസ് രംഗത്ത് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ വാർത്തയുടെ മേഖലയിൽ പ്രയോറിറ്റി പൊതുജനത്തിനും ജേർണലിസ്റ്റുകൾക്കും ആയിരിക്കും. ബിസിനസ് മേഖല എന്ന് പറയുന്നത് കർമ്മ ന്യൂസിന്റെ തന്നെ ബിസിനസ് മേഖലയാണ്. അല്ല, ഞങ്ങൾക്ക് കർമ്മ ബിസിനസ് സിൻഡിക്കേറ്റ് ഉണ്ട്. ആ സിൻഡിക്കേറ്റിന് ഒരുപാട് ബിസിനസ് ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് ഫിലിം പ്രൊഡക്ഷൻ, അതുപോലെ OTT പ്ലാറ്റ്ഫോം, ഫിലിം തിയേറ്റേഴ്സ്, മാധ്യമരംഗം ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സും ഡെവലപ്മെന്റ്സും നടത്തുന്നുണ്ട്. അതിനോടൊപ്പം ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ചാനൽ ഓപ്പറേഷൻസ് കൂടി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് സിൻഡിക്കേറ്റ് നമ്മൾ വേൾഡ് വൈഡ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നോർത്ത് അമേരിക്കയിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് നമ്മളോട് അഫിലിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നുള്ള റൈറ്റ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരു പുതിയൊരു വർക്കിംഗ് മോഡൽ ആണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ് സിൻഡിക്കേറ്റിൻ്റെ മറ്റൊരു സോഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ, അതായത് കൾച്ചറൽ വാല്യൂ ഓഫ് ഇന്ത്യ ത്രൂ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്നൊരു ആശയത്തോട് കൂടിയിട്ട് നമ്മൾ പുതിയൊരു കാര്യം കൂടിയും വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസും വലിയൊരു ബിസിനസ് സ്പെക്ട്രമാണ് ഞങ്ങൾ ഇതിലൂടെ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായും വലിയ രീതിയിലേക്ക് ഈ സംരംഭം, ഈ ചാനൽ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു RSS നേതാവ് എന്നുള്ള രീതിയിലേക്ക് യാതൊരുവിധ കാരണവശാലും വാർത്തയെ വളച്ചൊടിക്കുന്ന രീതി, അല്ലെങ്കിൽ വാർത്തയ്ക്ക് ഒരു കോട്ടം പറ്റുന്ന രീതിയിലേക്ക് ഒരു കാരണവശാലും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കില്ല എന്നല്ലേ? അതായത് RSS നേതാവ് എന്നുള്ള പദം ഞാൻ വീണ്ടും തിരുത്തുകയാണ്. ഞാനൊരു സാധാരണ വോളണ്ടിയർ ആണ്. ആ പദത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം RSSൽ നേതാക്കന്മാരൊന്നുമില്ല. നമ്മളുടെ ലൈഫിൽ ഒരു ചെറിയൊരു ടൈം അതിന് രാഷ്ട്രത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വോളണ്ടിയർ ഓർഗനൈസേഷൻ. അതുകൊണ്ട് ആ പദം ഞാൻ തിരുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, അത്തരം ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുമ്പോൾ അതാ ഞാൻ പറയുന്നത്. ഒരു മെസ്സേജ് എനിക്ക് കേരളത്തിനോട് പറയാനുള്ളത്, വോട്ടിംഗ് റൈറ്റ് എടുത്ത് കളയുന്നത് വരെ ഈ പറയുന്ന മതഭ്രാന്ത് വെറും ബിസിനസ്സാണ്. അതെ. എപ്പോഴാണോ ഒരു ഹിന്ദുവിൻ്റെ വോട്ടിംഗ് റൈറ്റ് പോകുന്നത്, എപ്പോഴാണോ ഒരു മുസൽമാൻ്റെ വോട്ടവകാശം നഷ്ടപ്പെടുന്നത്, ക്രിസ്ത്യാനിയുടെ വോട്ടവകാശം നഷ്ടപ്പെടും, ആ നിമിഷത്തിൽ മാത്രമേ വർഗീയതയും മതഭ്രാന്തൊക്കെ ഇവിടെ ജനിക്കാൻ പാടുള്ളൂ. തീർച്ചയായും. അതുവരെ നമ്മൾ ഒരു കാരണവശാലും തമ്മിലടിക്കാനോ മതസാഹോദര്യ ബന്ധത്തെ തകർക്കാനോ ശ്രമിക്കരുത്. കർമ്മ ന്യൂസിൻ്റെ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൽ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കുന്നതല്ല. അത് എടുത്തു പറയുന്നത്, അതായത് കർമ്മ ന്യൂസിന്റെ ഓൺലൈൻ സാറ്റലൈറ്റ് ചാനലിൽ ഇത്തരമൊരു സംഭവം ആയിരിക്കില്ല. ജനങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെ, എല്ലാ മതങ്ങളെയും ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രീതിയിലേക്കായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് സാറ് വാക്ക് തരുന്നത്. അതാണല്ലോ നമ്മുടെ ഭാരതം. ഞാൻ ഒരിക്കലും ഒരു ഫെനാറ്റിക് അല്ല, ഞാനൊരു മതഭ്രാന്തിന്റെ ആളല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. എൻ്റെ നാടിനെ വെട്ടിമുറിക്കാനായിട്ട് അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടുള്ള ഒരാളാണ് ഞാനും. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ തലമുറയ്ക്ക് ഈ മെസ്സേജ് കൊടുക്കുന്നത്, അവരെല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഈ അടുത്ത് വരെ ചില സ്ഥലങ്ങളിൽ മതത്തിൻ്റെ പേരിൽ അകൽച്ച ഞാൻ കണ്ടു കുട്ടികളുടെ ഇടയിൽ. അത് വലിയൊരു തെറ്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ലോകത്തിന് തന്നെ മാതൃകയാവേണ്ട ഒരു സ്ഥലമാണ്. 100% ലിറ്ററസി ഉള്ളൊരു സ്ഥലമാണ്. അത് കാരണം കൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വോട്ടിംഗ് റൈറ്റ് നഷ്ടപ്പെട്ടാൽ മാത്രമേ
ഇവിടെ ഒരു മതരാഷ്ട്രീയം അല്ലെങ്കിൽ മതരാഷ്ട്രം ഉണ്ടാവുള്ളൂ. അത് ടെക്നിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ആ ഭയം വേണ്ട. സാറിന് തന്നെ ശരിക്കും ഇന്ത്യയിൽ അത്തരം ഒരു സംഭവം സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് വളരെ കൃത്യമായ 100% ഇന്ത്യയെ വിഭജിക്കാൻ കഴിയില്ല. പിന്നെ ബിസിനസിന്റെ ഭാഗമായിട്ടും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടും ചില നിറങ്ങളും കൊടികളും കാണിച്ച് തമ്മിലടിക്കാന്നല്ലാതെ ഭാരതത്തിലെ ആളുകളുടെ DNA എന്ന് പറയുന്നത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു DNA ആണ്. ഒരു കാരണവശാലും മതത്തിന്റെ പേരിൽ ഡിവിഷൻ ഇന്ത്യയിൽ സാധ്യത. തീർച്ചയായും. അപ്പം കർമ്മ ന്യൂസ് പുറത്തു വരുമ്പോൾ ഇത്തരം രീതിയിലേക്ക്, അതായത് വലിയ രീതിയിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ച് വരുന്ന രീതിയിലാവട്ടെ എന്നുള്ളതാണ്. അത് അത്തരം രീതിയിലേക്ക് തന്നെ ആവും എന്നുള്ളതാണ് സാർ പറയുന്നത്. അപ്പം എന്തായാലും നന്ദി, നമസ്കാരം.